ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കൽ വീട്ടിൽ നിന്ന് ഗാഥയെ രക്ഷിക്കുവാനായി പുഴയോരം വീട്ടിലേക്ക് എത്തിയ കൃഷ്ണ ഗാഥയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴേക്കും ഗാഥയെ സമാധാനപ്പെടുത്തുകയും കൃഷ്ണ പോവാനായി യാത്ര പറഞ്ഞിരിക്കുമ്പോഴേക്കും മുറ്റത്ത് അനിയൻ സാർ വന്ന ശബ്ദം കേട്ടു. കാറിന്റെ ഒച്ച കേട്ടതോടെ തങ്കം പറഞ്ഞു, മോളെ അനിയൻ സാർ വന്നതാ തോന്നുന്നത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് കൃഷ്ണ പറഞ്ഞു, എന്നാ ഞാൻ ഇറങ്ങുവാമേ എന്ന് പറഞ്ഞ് ഗാഥയോടും തങ്കത്തോടും യാത്ര പറഞ്ഞിട്ട് മോളിക്കുട്ടിയോട് വേഗം അച്ഛൻ്റെ കണ്ണിൽ പെടാതെ നീ പുറത്തേക്ക് വരാൻ നോക്ക്, ഞാൻ പിന്നാമ്പുറത്തോടെ പോയിക്കോളാം എന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം തന്നെ അനിയൻ സാറിൻ്റെ കണ്ണിൽ പെടാതെ പിന്നിലെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് മോളിക്കുട്ടി അകത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അകത്തേക്ക് കയറി വന്ന അനിയൻ സാറ് വേഗം വന്ന് തങ്കത്തോട് ചോദിച്ചു, എന്താ എന്താ നിങ്ങൾ രണ്ടുപേരുടെ ക്ഷേത്രത്തിൽ പോയത്? അവിടുന്ന് പൂജാരി എന്നെ വിളിച്ചിരുന്നു, അവിടെ എന്തോ പൂജകൾ നടത്തിയെന്നും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ എന്ന് ചോദിച്ചപ്പോൾ തങ്കം പറഞ്ഞു, അത് പിന്നെ മോൾക്ക് ഒരു വഴിപാട് നടത്താൻ ആഗ്രഹം തോന്നി, അത് അവിടെ വെച്ച് കലശക്കുടം അത് നാഗത്തറയിൽ വീണു, അതിൻ്റെ പരിഹാര കർമ്മങ്ങളാ എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടു നിന്ന അനിയൻ സാർ ചോദിച്ചു, എന്തിനാ മോളെ വെറുതെ മോളിക്കുട്ടിനെയൊക്കെ ബുദ്ധിമുട്ടിച്ചത്? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും മോളിക്കുട്ടി പറഞ്ഞു, ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമല്ല സാറേ, ഞാൻ ഇതൊക്കെ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത് എന്നറിയിച്ചു. പിന്നീട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അനിയൻ സാറിനോട് പറഞ്ഞപ്പോൾ കയ്യിൽ ഒരു ജപിച്ച ചരട് കണ്ടിട്ട് ഇതെവിടെ നിന്നാണ് എന്ന് അതിശയത്തോടെ അനിയൻ സാറ് ചോദിച്ചു. അപ്പോഴേക്കും തങ്കം പറഞ്ഞു, അത് പിന്നെ മോളിക്കുട്ടിയെ വിട്ട് മേടിപ്പിച്ചതാ, ആ ചരട് ജപിച്ച് കിട്ടിയതാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്തായാലും മോളിക്കുട്ടിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ, നന്നായി എന്ന് പറഞ്ഞപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, സാറേ എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ ഒരിടം വരെ കൊണ്ട് ആക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ശരി മോളിക്കുട്ടി ഇറങ്ങിക്കോ, പിന്നെ കുറച്ച് ദിവസത്തേക്ക് മോളിക്കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവണം, അത്യാവശ്യ ഓട്ടങ്ങളൊന്നും ഇനി പിടിക്കണ്ട, അതിനുള്ള പണമൊക്കെ ഞാൻ തരാം, മോൾക്കൊരു കൂട്ടാ മോളിക്കുട്ടി ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ സാറേ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ മോളിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് അകത്ത് നടന്ന സംഭവങ്ങളൊക്കെ കണ്ട് പേടിച്ചു പോയ സത്യവതിയും പതിയെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മോളിക്കുട്ടിയും കൃഷ്ണയും കൂടിയും പിന്നാമ്പത്തോടെ ഇറങ്ങി വേഗം മുറ്റത്തുകൂടി നടന്നു പോകുന്ന കാഴ്ച കണ്ടു. ഇത് കണ്ടതോടെ സത്യവതിക്ക് വല്ലാത്ത ടെൻഷനായി. മോളിക്കുട്ടി കൃഷ്ണയും വിളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും ഇത് കണ്ടു നിന്ന സത്യവതി സംശയത്തോടെ വേഗം അകത്തേക്ക് ഓടി വന്നു. അനിയൻ കുഞ്ഞെ എന്ന് പറഞ്ഞ് വേഗം വാടാ എന്ന് പറഞ്ഞ് സത്യവതി അവിടെ നിന്ന് ഉറക്കെ വിളിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാനായി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്രീനിവാസ് കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ സത്യവതി പറഞ്ഞു, ഇപ്പോൾ കൃഷ്ണയുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി എന്തൊക്കെയാ പറയുന്നത്, കൃഷ്ണമോളല്ലേ മുറി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ മോളിക്കുട്ടിയുടെ കൂടെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന ഞാൻ കണ്ടല്ലോ എന്നതായിരുന്നു സത്യവതിയുടെ മറുപടി. അത് കേട്ടതും ശ്രീനിവാസന് ആകെ സംശയമായി. പെട്ടെന്ന് തന്നെ സത്യവതി അത് വിശ്വസിക്കാതെ പോലെ വേഗം അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവിടെ നിന്ന് തങ്കം പുറത്തെവിടെയെങ്കിലും മോളിക്കുട്ടിയോ മോളോ ഉണ്ടോ എന്ന് നോക്കി. ഇതിനിടയിൽ അകത്തേക്ക് കയറി ചെന്ന സത്യവതി അവിടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്ന ഗാഥയെ കണ്ടു. ഉടനെ തന്നെ അരികിലേക്ക് എത്തിയിട്ട് സത്യവതി ചോദിച്ചു, അതെ നിന്നെപ്പോലെ വേറൊരാളൂടെ ഉണ്ടോ, നിന്റെ ഇതേ രൂപത്തിൽ രണ്ടുപേരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സത്യവതി സംശയത്തോടെ ഗാഥയുടെ അരികിലേക്ക് ചെന്നു. ആ ചോദ്യം കേട്ടതും ഗാഥയും തങ്കവും ഒരു ഞെട്ടലോടെ നോക്കി. എന്തെങ്കിലും ഗാഥ പറയുമോ എന്ന ടെൻഷനായിരുന്നു തങ്കത്തിന്റെ മനസ്സിൽ. ഉടനെ അനിയൻ കുഞ്ഞ് അകത്തേക്ക് കയറി ചെന്നതും സത്യവതി ചോദിച്ചു, എനിക്കൊന്ന് മാത്രം അറിഞ്ഞാൽ മതി, നിന്നെപ്പോലെ ഒരാളൂടി ഉണ്ടോ, അത് പറ എന്ന് ചോദിച്ച് സത്യവതി ബഹളം വെച്ചപ്പോഴേക്കും സത്യവതിയുടെ ചോദ്യം കേട്ട് എന്ത് പറയാനെന്നറിയാതെ ഗാഥ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സത്യവതിക്ക് അരികിലേക്ക് എത്തി ശ്രീനിവാസ് ചോദിച്ചു, എന്താ ചേച്ചി പറയുന്നത്? അതെ ഇപ്പോൾ ഇവളെ പോലെ ഒരാൾ ആ മോളിക്കുട്ടിയുടെ കൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്നതായിരുന്നു സത്യവതിയുടെ മറുപടി. അതെ ആ വിഷം കഴിച്ചതിന് ശേഷം ഇല്ലാത്തത് ഉണ്ടെന്നൊക്കെയുള്ള തോന്നലാ എന്ന് പറഞ്ഞ് ഗാഥ മറുപടി നൽകിയതും ഇത് കേട്ട് അനികുഞ്ഞു ചോദിച്ചു, ചേച്ചി എന്തിനാ വിഷം കഴിച്ചത്? അത്രയേറെ എന്ത് പ്രശ്നം ചേച്ചിക്കുള്ളത്? ചേച്ചിയെ ഞാനും മോളും എത്രയേറെയാ സ്നേഹിക്കുന്നത്. ഇനി അളിയനും മോനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അവരോട് ഞാൻ സംസാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ശ്രീനി അനിയൻ കുഞ്ഞ് എന്ന് പറഞ്ഞ് സത്യവതി പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അല്ല എന്തോ കാര്യമായിട്ടുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രീനിവാസ് പറയുമ്പോഴേക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞ് സത്യവതി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ശ്രീനിവാസ് തങ്കത്തോട് പറഞ്ഞു, അതെ ചേച്ചിയെ ശരിക്കൊന്ന് നോക്കണം ശാന്തേ, ശരിക്കും ശാന്തിയുടെ ഒരു ശ്രദ്ധ ചേച്ചിയുടെ മേലുണ്ടാവണം, അതുപോലെ തന്നെ മോളും നോക്കണം, പാവാ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടിയാ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ എൻ്റെ ചേച്ചി, അതറിയാമല്ലോ ശാന്തിക്ക് എന്ന് ചോദിച്ചതും എനിക്കറിയാം സാറേ എന്ന് തങ്കം മറുപടി നൽകി. മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീനിവാസ് കൃഷ്ണയെ സമാധാനപ്പെടുത്തിയിട്ട് ശ്രീനിവാസൻ പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് കൃഷ്ണയും
മോളിക്കുട്ടിയും കൂടി കുറച്ചു നേരം പോയി കഴിയുമ്പോഴേക്കും മോളിക്കുട്ടി വണ്ടി നിർത്തി കൃഷ്ണയ്ക്ക് ക്ഷേത്രത്തിൽ തൊഴാനായിട്ടുള്ള അവസരം നൽകി. കൃഷ്ണ അവിടെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പ്രസാദവുമായിട്ട് അകത്തേക്ക് കയറി ഓട്ടോയിലേക്ക് കയറിയപ്പോൾ മോളിക്കുട്ടി ചോദിച്ചു, എന്താ എന്താ ഈ കാര്യങ്ങള്? അവിടെ പൂജാരി പറഞ്ഞത് ചില പ്രശ്നങ്ങളൊക്കെ ഗാഥയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ, അതുകൊണ്ട് ദോഷം മാറാനായിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലും കൂടി കയറി തൊഴാന്ന് ഞാനതാ തീരുമാനിച്ചത് എന്ന് കൃഷ്ണ പറഞ്ഞു. അങ്ങനെ മോളിക്കുട്ടിക്ക് പ്രസാദം കൊടുത്തിട്ട് കൃഷ്ണ വണ്ടിയിലേക്ക് കയറിയതും ഒരു പ്രസാദം ഗാഥയ്ക്ക് വേണ്ടിയുള്ളത്, മറ്റൊന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും കള്ളച്ചിരിയോടെ കൃഷ്ണ പറഞ്ഞു, മനസ്സിലായി എന്ന്. അപ്പോഴേക്കും ആ നോട്ടവും ചിരിയും കണ്ടപ്പോഴേക്കും അരികിലിരുന്ന് മോളിക്കുട്ടി പറഞ്ഞു, അതെ, ഇത് നവീനുള്ളതാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ ഇപ്പോൾ അവളുടെ കാലൊടിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എടി, നീ ഇപ്പോൾ അവിടെ നവീൻ്റെ കൂടെ ജീവിക്കുകയല്ലേ, ശരിക്കും നിനക്കങ്ങ് ജീവിച്ചൂടെടി പെണ്ണെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഇക്കാര്യമൊന്നും സംസാരിക്കണ്ട. ഗാഥ എന്തായാലും എൻ്റെ കൂടപ്പിറപ്പാ, അവൾക്ക് നല്ലത് വരാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ടതോടെ മോളിക്കുട്ടി പറഞ്ഞു, അതെ, നീ ഇങ്ങനെയൊക്കെ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവളുടെ നാഗശാപം തീർക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കും. എന്നാൽ അവൾ കിട്ടുന്ന സമയത്തൊക്കെ ചിന്തിക്കുന്നത് നിന്റെ മരണമാണ്. എനിക്ക് അവളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ആകെ ചൊറിഞ്ഞു വരും. അതുകൊണ്ട് അവളുടെ കാര്യം പറയണ്ട. പിന്നെ പോകുന്ന വഴി ഞാനൊന്ന് വണ്ടി നിർത്തും കേട്ടോ എന്ന് പറഞ്ഞു. അതെന്തിനാ എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോഴേക്കും, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാരകർമ്മങ്ങളും മറ്റുമായിട്ട് ഈ ഓട്ടം മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ പോകുന്ന വഴി ഒരു ജ്യൂസോ ചായ എന്തെങ്കിലും കുടിക്കും, എന്തെങ്കിലും ഒരു ചെറുകടി, എന്തെങ്കിലും ഒരു സ്നാക്സ്, അത്രേ ഉള്ളൂ എന്ന് കൃഷ്ണയോട് മോളിക്കുട്ടി പറയുന്നു. അതിനുശേഷം വണ്ടി വേഗം വഴിയരികിൽ ഒതുക്കിയിട്ട് ആ കടയിൽ നിന്ന് ജ്യൂസും ഒരു ബട്ടർ ബണ്ണും മേടിച്ച് അത് കൃഷ്ണയെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്രതീക്ഷിതമായി അതുവഴി മാണിക്കുഞ്ഞും നവീനും എത്തി. നവീൻ വേഗം ഫോണിലായിരുന്നത് കൊണ്ട് അവിടെ വണ്ടി ഒതുക്കി നവീൻ പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാണിക്കുഞ്ഞ് ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് അറിയാനേ വേഗം കാറിൽ നിന്ന് ഇറങ്ങി നവീൻ അരികിൽ ചെന്നു. സാറേ, നമുക്ക് മീറ്റിങ്ങുള്ള പോകണ്ടേ എന്ന് ചോദിച്ചതും ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോളാണോ, ഇപ്പോൾ വരാമെന്ന് നവീൻ മറുപടി നൽകി. മാണിക്കുഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ ഓട്ടോയിലേക്ക് കൃഷ്ണ വന്ന് കയറുന്ന കാഴ്ച മാണിക്കുഞ്ഞ് കണ്ടത്. ഉടനെ ഇത് ഗാഥമ്മയുടെ അല്ലേ എന്ന് സംശയപ്പെട്ട് മാണിക്കുഞ്ഞ് നോക്കി നിൽക്കുമ്പോഴേക്കും കൃഷ്ണ മോളിക്കുട്ടിയോട് വണ്ടി എടുത്തോളാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് ഗാഥമ്മേടം എന്നുള്ള മാണിക്കുഞ്ഞിൻ്റെ വിളി കേട്ടു. ശബ്ദം കേട്ടതും മോളിക്കുട്ടി പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഗാഥയും കൃഷ്ണയും പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് മാണിക്കുഞ്ഞ് അവിടെ നിന്ന് വിളിക്കുന്നതാണ്. അയ്യോ, പ്രശ്നമായല്ലോ കൃഷ്ണേ, മാണിക്കുഞ്ഞ് എന്ന് പറഞ്ഞതും നീ വേഗം വണ്ടി എടുക്കുന്ന പറഞ്ഞ് കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി വണ്ടിയുമായിട്ട് വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും നവീൻ്റെ അരികിലെത്തി മാണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ, ഗാഥമേടത്തെ പോലെ തന്നെ ഒരാൾ ഇതാണ്ട് ഇപ്പോൾ ആ ഓട്ടോയിൽ കയറി പോയി, നമുക്ക് നോക്കാം സാറേ എന്ന് പറഞ്ഞ് വേഗം നവീനെ ബലമായി വണ്ടിയിൽ കയറ്റിയിട്ട് മാണിക്കുഞ്ഞും ആ വണ്ടിയുടെ പിന്നാലെ പുറപ്പെട്ടു. സാറേ, ഇതുപോലെ 2 പേരുണ്ടെന്ന്, ഗാഥമേടത്തെ പോലെ 2 പേരുണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ, ഇപ്പം ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞ് ആ ഓട്ടോയെ പിന്തുടർന്ന് പോവുകയാണ്. ഒടുവിൽ മോളിക്കുട്ടിയുടെ ഓട്ടോയെ ചേസ് ചെയ്ത് ഫ്രണ്ടിൽ കയറി വന്ന് വണ്ടി നിർത്തി. അപ്പോഴേക്കും വണ്ടി ഒതുക്കി കഴിഞ്ഞ് മോളിക്കുട്ടി ആ ഓട്ടോയിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് നവീൻ മടി കാണിച്ചു. ഈ സമയം മാണിക്കുഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നു. സാറേ, ഇറങ്ങും സാറേ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് നവീനുമായിട്ട് വേഗം ഓട്ടോയ്ക്ക് അരികിലേക്ക് എത്തി. ഓട്ടോയിലിരിക്കുന്ന മോളിക്കുട്ടിയെ കണ്ടത് നവീൻ ചോദിച്ചു, മോളിക്കുട്ടി എന്താ ഇവിടെ? അത് പിന്നെ സാറേ, രാവിലെ ഒരു ഓട്ടം വന്നതാ, സിറ്റിയിലേക്കുള്ള ഓട്ടം ആണല്ലോ, കാശ് കുറച്ച് തടയുമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാ. പക്ഷേ കാണുന്ന വഴിയിലെ കടകളിലൊക്കെ നിർത്തുകയും വിശേഷം പറഞ്ഞിരിക്കുകയൊക്കെയായിരുന്നു ആള്. ഉടനെ മാണിക്കുഞ്ഞ് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്നിട്ട് എന്ത് ഈ വണ്ടിയിലുണ്ടായിരുന്ന ആളെവിടെ എന്ന് ചോദിച്ചു. അയാൾ വഴിക്കിറങ്ങി എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും നേരം ഞാൻ കണ്ടതാണല്ലോ, സത്യം പറ മോളിക്കുട്ടി, നീ ഇങ്ങനെ കള്ളം പറയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ നവീൻ പറഞ്ഞു, ഇയാള് ഗാഥയെ പോലെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത്. കുറേ ദിവസമായി ഇങ്ങനൊരു തോന്നൽ ഇയാൾക്കും തോന്നാൻ തുടങ്ങിയിട്ട് എന്ന് നവീൻ പറഞ്ഞു. ഉടനെ മാണിക്കുഞ്ഞിൻ്റെ സംസാരവും പ്രവൃത്തിയെ കണ്ടതോടെ മോളിക്കുട്ടി പറഞ്ഞു, ഇതൊക്കെ വെറും തോന്നല സാറേ. അപ്പോഴേക്കും മാണിക്കുഞ്ഞ് പറഞ്ഞു, നീയേ അങ്ങനെ ഇപ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, സാറേ, ഒരു നല്ല ഒന്നാന്തരം കളനെയാണ് കൊണ്ട് നടക്കുന്നത്, സാറെങ്ങനെയല്ലെന്ന് അറിയാം എന്ന് പറഞ്ഞപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു, അതെ, ഞാൻ കള്ളൻ, എന്നെ കള്ളെന്ന് വിളിച്ചതൊന്നും ഞാൻ കുഴപ്പമാക്കുന്നില്ല. പക്ഷേ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആരാ കള്ളത്തരം കാണിക്കുന്നതെന്ന്. ഞാൻ നോക്കട്ടെ, അങ്ങനെ എങ്ങും പോകാൻ വഴിയില്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ എല്ലായിടത്തും നോക്കി. അപ്പോഴേക്കും കൃഷ്ണ മാണിക്കുഞ്ഞിനെ കണ്ണിൽപ്പെടാതെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ ഗേറ്റിനും മതിലിനരികിലേക്ക് മറിഞ്ഞു നിൽക്കുകയായിരുന്നു. ഗേറ്റിന് മുന്നിൽ വരെ മാണിക്കുഞ്ഞ് ചെന്ന് നോക്കിയിട്ടും പുറകിലേക്ക് മാത്രം നോക്കാൻ മാണിക്കുഞ്ഞ് മറന്നുപോയി. ആ സമയത്ത് അവിടെ ആ ഗേറ്റിൻ്റെ മറവിലായി ഒളിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണ. അങ്ങനെ മാണിക്കുഞ്ഞിൻ്റെ കണ്ണിൽപ്പെടാതെ തൽക്കാലത്തേക്ക് കൃഷ്ണ രക്ഷപ്പെട്ടു. ഉടനെ തിരിച്ച് നവീൻ്റെ അരികിലേക്ക് എത്തിയതും കിട്ടിയോടോ എന്ന് നവീൻ ചോദിച്ചു. ഇല്ല, കിട്ടിയില്ല. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനേ കളരിക്കൽ വിളിച്ചു നോക്കട്ടെ, അവിടെ ഗാഥമേടം ഉണ്ടോ എന്ന് പറഞ്ഞ് വേഗം കളരിക്കലേക്ക് സുമിത്രയുടെ ഫോണിലേക്ക് വിളിച്ചു. സുമിത്ര കോൾ എടുത്തതും മാണിക്കുഞ്ഞ് ചോദിച്ചു, അമ്മേ, അവിടെ ഗാഥാമേടം ഉണ്ടോ? ഇല്ല, മോള് സിത്താരയുടെ
സുമിത്രയുടെ അടുത്തേക്ക് പോയിരിക്കുക എന്ന് സുമിത്ര മറുപടി നൽകി. എന്താ എന്താ മണിക്കുഞ്ഞെന്ന് ചോദിച്ചപ്പോൾ സിറ്റിയില് ഞാൻ ഗാഥാ മേഡത്തെ പോലെ ഒരാളെ കണ്ടു എന്ന് മണിക്കുഞ്ഞ് മറുപടി നൽകി. ഗാഥയെ പോലെ ഒരാളെ കണ്ടുവെന്നോ എന്ന് ചോദിച്ചു സുമിത്ര അങ്ങനെ സംശയപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടെ വന്ന നിർമ്മല വേഗം ഫോൺ മേടിച്ചു. എന്താ മണിക്കുഞ്ഞ്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും, അതേ അമ്മായി, ഇവിടെ വെച്ച് ഞാൻ ഗാഥ മേഡത്തെ പോലെ ഒരാളെ കണ്ടു. അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു, അതെ, ഇത് തന്നെയാ ഞങ്ങളും ആദ്യം കുറെ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാഥയെ പോലെ രണ്ടുപേരുണ്ട് എന്ന്. ഇന്ന് സിത്താരയുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. അവിടെ ഗാഥ എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ഗാഥ ഇവിടെ പോയി? എന്തോ ചതി ഇതിനിടയിൽ നടക്കുന്നുണ്ട്, എന്തോ ഒരു മറിമായമുണ്ട്. അത് ഞങ്ങൾ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. മാണിക്കുഞ്ഞിന് പറ്റുവാണെങ്കിൽ ആദ്യം മാണിക്കുഞ്ഞ് തന്നെ നവീനെ ഒന്ന് കൊണ്ടുപോയെന്ന് കാണിക്ക്, നവീൻ അത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആകെ പെട്ടെന്ന് തന്നെ മാണിക്കുഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ സാറേ, എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, മാണിക്കുഞ്ഞ് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നും. എന്തായാലും ഞാൻ ഗാഥയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം നവീൻ ഗാഥയുടെ ഫോണിലേക്ക് വിളിച്ചു. പുഴയോരം വീട്ടിലിരിക്കുന്ന ഗാഥ തൻ്റെ ഫോണിലേക്ക് നവീൻ്റെ കോള് വരുന്നത് കണ്ടത് അത് അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് വിട്ടു. ഇത് കണ്ടതും ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ, ഫോൺ എടുത്തില്ല, കണ്ടില്ല സാറേ, ഇതിലെന്തോ കുഴപ്പമുണ്ട്, നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയാലോ എന്നായിരുന്നു മാണിക്കുഞ്ഞിൻ്റെ ചോദ്യം. ഉടനെ നവീൻ പറഞ്ഞു, മോളിക്കുട്ടി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതും ശരി സാറേ എന്ന് മോളിക്കുട്ടി മറുപടി നൽകി. ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു, ഇന്നത്തോടെ നിന്റെ കളത്തിലൊക്കെ ഞാൻ തെളിയിക്കാടി എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് ബഹളം വെച്ച് വേഗം കാറിൽ ചെന്ന് കയറി. അവർ പോയി കഴിഞ്ഞതും കൃഷ്ണ വേഗം മോളിക്കുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തി. മോളിക്കുട്ടി, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എത്രയും വേഗം വീട്ടിലെത്തണമെന്ന് കൃഷ്ണ ആവശ്യപ്പെട്ടതും മോളിക്കുട്ടി പറഞ്ഞു, അതെ, ഈ വണ്ടിയായിട്ട് എന്തായാലും പൂക്കിടക്കം തോന്നുന്നില്ല. കാരണമേ ഇപ്പോൾ ഒന്നാമത് വാശി കയറി ഇരിക്കുകയാണ് മാണിക്കുഞ്ഞിന്. ആ വാശിപ്പുറത്ത് വല്ലാത്ത സ്പീഡിലാണ് വണ്ടി പോവുക. ആ വണ്ടിയെ പിടിക്കാൻ നമ്മുടെ ഓട്ടെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞതും കൃഷ്ണ പറഞ്ഞു, എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കാം, നീ വേഗം വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി നവീനും മാണിക്കുഞ്ഞും വീട്ടിലെത്തുന്നതിന് മുൻപ് അവിടെ എത്തിച്ചേരാനായി വേഗം ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു.